എൻ്റെ ഏറ്റവും വലിയ പാഷൻ മോഡലിംഗ് ആണ്. മറ്റേ 2-3 പാഷൻസ് ഉണ്ട്, പക്ഷേ എങ്കിലും മോഡലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ മോഡലിങ്ങിലേക്ക് വരുന്നത് കൊച്ചിയിലേക്ക് വരുമ്പോഴാണ്. കൊച്ചിയിലേക്ക് വരുമ്പോൾ ആക്ച്വലി അന്നത്തെ ഫേമസ് ഫാഷൻ ഫോട്ടോഗ്രാഫർ അനിൽ എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ്സ് തരും. അനിലിൻ്റെ വൈഫ് മിനു അന്ന് കാസ്റ്റിങ്, കൊറിയോഗ്രാഫി അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഹെൽപ്പോടു കൂടിയാണ് മോഡലിങ്ങിലേക്ക് കുറേ നല്ല അസൈൻമെൻറ്റ്സിലോട്ട് ഞാൻ വരുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ ഞാൻ കൊച്ചിയിൽ ഇയേഴ്സ് ബാക്ക് ഒരു മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്ത് 2 ഫേമസ് ആയിട്ട് തിലോത്തമ, അശോക് എന്ന് പറഞ്ഞ 2 പേരാണ്. അതിൽ അശോക് വളരെ ഫേമസ് ആയിട്ട് ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. തിലോത്തമ ഒരു മോഡലും കൂടിയാണ്. ഷീസ് ഐ തിങ്ക് ലൈക്ക് ഒരു ഇൻ്റർനാഷണൽ മോഡലും കൂടിയാണ്. അപ്പോൾ ഐ ഗോട്ട് ഇൻസ്പയർഡ്. അങ്ങനെ ഞാൻ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്തു. അന്ന് ഈ മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഇന്ത്യയിൽ തന്നെ ഇല്ലാത്ത സമയത്താണ്. അപ്പം ഞാൻ അജിത്ത്, ലേഖ, ഡേവിഡ്, ഡോളി, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ കുറേ യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ബേസിക്കലി ക്ലാസ്സൊക്കെ എങ്ങനെയാണ് റാമ്പിൽ നടക്കേണ്ടത്, എങ്ങനെയാണ് ക്യാമറ ഫേസ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെയൊക്കെ വി യൂസ്ഡ് ടു ഹാവ് റിയൽ ഫൺ. അപ്പോൾ ജനറലി മോഡലിങ്ങിനെ പറ്റിയാണ്. പക്ഷെ അന്ന് അവിടെ ഒരു എക്സ്ട്രാ ഒരു ക്ലാസ് കൂടെ വന്നിട്ട് നമ്മുടെ ഒരു ഡാൻസിനെ പറ്റിയൊക്കെ ഉള്ളൊരു എക്സ്പേർട്ട് ജൂഡ് ഫിലിക്സ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്ക് ഡാൻസിനെ പറ്റി, ജൈവ സെൽസൊക്കെ, ഈ പേരുകളൊക്കെ അന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇന്ന് ആക്ച്വലി ജൂഡ് വളരെ ഫേമസ് ആയിട്ടുള്ള കൊറിയോഗ്രാഫറൊക്കെയാണ്. ഫാഷൻ വേൾഡിലെ ഒരു വളരെ വെൽ നോൺ നെയിമാണ്. അപ്പോൾ ജൂഡ് വന്നിട്ട് ഞങ്ങൾക്കിങ്ങനെ, ഫെലിക്സ് വന്നിട്ട് ഞങ്ങൾക്കിങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തു. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാനും ലേഖയായിട്ടൊരു ജൈവിലൊരു സീനുണ്ട്. അപ്പോൾ അതിങ്ങനെ പുള്ളി എന്നൊരു സീനാണ്. അപ്പോൾ ആ സീനിൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലോസ് കൺട്രോൾ ആൻഡ് ഞാൻ വീഴുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ലോട്ട് ഓഫ് ഫൺ വി യൂസ് ടു ഹാവ് ആസ് എന്താ പറയുക യങ്സ്റ്റേഴ്സ് ഇൻ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വി ലേൺ ലോട്ട് ഫ്രം ദാറ്റ്. ബട്ട് ലാസ്റ്റ് ഡേയിൽ അശോക് പറഞ്ഞു, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്, ഒരാൾ വരുന്നുണ്ട്, നിങ്ങളുടെ ഇത് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ വരുന്നൊരു വളരെ പ്രശസ്തനായ ഒരാളാണെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഡേ വി മെറ്റ് പ്രസാദ് ബിദപ്പ. ഇന്ന് ഫാഷൻ വേൾഡിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രസാദ് ബിദപ്പ. അദ്ദേഹമായിരുന്നു അന്ന് ഞങ്ങൾക്ക് വന്നിട്ട് ഞങ്ങളുടെ ഇതൊക്കെ എന്താ പറയുക, അന്നത്തെ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫിക്കുള്ള കോസ്റ്റ്യൂംസ്, എങ്ങനെയാണ് ക്യാമറ ഫേസ് ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഞങ്ങൾ കുറേ അഡ്വൈസ് ചെയ്ത് ഞങ്ങളുടെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തത് പ്രസാദ് ബിദപ്പയാണ്. സോ റീസെൻ്റായിട്ട് അങ്ങേരെ കുറേ സെലിബ്രിറ്റീസുമായിട്ട് കണക്റ്റഡ് കുറേ ന്യൂസൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ഈ പഴയ കഥ ഇങ്ങനെ ആലോചിച്ചു. യൂസ് ടു ഹാവ് എ റിയൽ ഫൺ. ദിസ് വാസ് 1 എപ്പിസോഡ് ഓഫ് മൈ മോഡലിംഗ് കരിയർ ഇൻ കൊച്ചിൻ.